ചെയ്യുന്നത്. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്താണ്. ടോട്ടൽ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്നീ 3 മാർക്കുകളുടെ ടോട്ടലാണ്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ആർഗ്യുമെൻറ്റ് തയ്യാറാക്കാം. അതായത് ടോട്ടൽ മാർക്ക് 150 അതിൽ കൂടുതലുള്ളവരെ പാസ്സായതായിട്ടും 150 താഴെയുള്ളവരെ ഫെയിൽഡ് ആയതായിട്ടും കണക്കാക്കാം. ഇത് നമ്മൾ ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 എന്ന് നമ്മുടെ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ പാസ്സായിട്ടും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഫെയിൽഡ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. നോക്കുക, നമ്മൾ കൊടുത്ത കണ്ടീഷൻ പ്രകാരം ഇവിടെ ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ആണെന്നുണ്ടെങ്കിൽ പാസ്. നമുക്കിവിടെ റിസൾട്ട് കിട്ടുക. ഇതിനെ നമുക്ക് ബാക്കിയുള്ള സെല്ലുകളിലേക്കും ഫില്ല് ചെയ്യിക്കാം. നോക്കുക, നമ്മൾ കൊടുത്ത കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ടോട്ടൽ മാർക്ക് 150 താഴെയുള്ള റിസൾട്ട് ഫെയിൽഡ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഈഫ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഈഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇനി നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഗ്രേഡ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് എൻ്റർ ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഗ്രേഡ് കാണുന്നത് പുതിയൊരു രീതിയിൽ കണ്ടീഷൻസിനെ കൊടുക്കാം. ആദ്യമായിട്ട് ഇവിടെ നമുക്ക് ഫോർമുല ബാറിനെ പരിചയപ്പെടാം. കണ്ടീഷൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഏരിയയാണ് ഈ ഫോർമുല ബാർ എന്നറിയപ്പെടുന്നത്. ഫോർമുല ബാർ നമുക്ക് വ്യൂ മെനുവിൽ നിന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഡിസേബിൾ ആക്കുകയും അതുപോലെ തന്നെ എനേബിൾ ആക്കുകയും ചെയ്യാം. ഗ്രേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജിൻ്റെ ബേസിലായിരിക്കും. ഇവിടെ നമ്മൾ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജിൽ ഓരോ കുട്ടിക്കും കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ആവറേജ് 80 ആൻഡ് എബോവ് കിട്ടിയവരെ ഡിസ്റ്റിങ്ഷൻ ആയിട്ടും ആവറേജ് 60 ആൻഡ് എബോവ് കിട്ടിയവരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ആവറേജ് 50 ആൻഡ് എബോവ് കിട്ടിയവരെ സെക്കൻഡ് ക്ലാസ് ആയിട്ടും ആവറേജ് 50ക്ക് താഴെയുള്ളവരെ ഫെയിൽഡ് ആയതായിട്ടും കൺസിഡർ ചെയ്യാം. ആർഗ്യുമെൻ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ നമുക്ക് കിട്ടേണ്ട റിസൾട്ടിൻ്റെ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ ഇവിടെ കൊടുക്കുക. ഫോർമുല ബാർ വഴി നമ്മൾ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈക്വൽ ടു എന്ന് പറയുന്ന ഈ സിമ്പിൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യണം. ഇതിനുശേഷം നമ്മുടെ
ഫങ്ഷൻ ആർഗ്യുമെൻറ്റ് ഇഫ് ഫങ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ് ആവറേജിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. ആവറേജിന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ട സെല്ല് G2 എന്ന് പറയുന്ന ഇതേ രീതിയിൽ G2 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 80 എന്ന് കൊടുത്തതിന് ശേഷം